ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് കുറേ സ്റ്റുഡൻസ് ചോദിച്ച ഡൗട്ടാണ്, ചേട്ടാ എങ്ങനെയാണ് ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ്റെ സർവീസസ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഉണ്ടാക്കുക എന്നുള്ളൊരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അടുത്തതായിട്ട് ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ആരും തന്നെ സമീപിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടന്നാലോ. സോ നമ്മൾ എന്താണ് ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ SOP അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന കുറേ പേരിൽ ഈ പറയുന്ന ഡോക്യുമെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡോക്യുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങളൊരു മാസ്റ്റേഴ്സിനോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു മാസ്റ്റേഴ്സിന് എലിജിബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണ ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ. ഇത് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഒരു കീൻ പോയിന്റ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾ ഇനി ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ പാരഗ്രാഫ് വൈസായിട്ട് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഈ സ്ട്രക്ചർ ചെയ്തേക്കുന്ന പാരഗ്രാഫ് കറക്റ്റ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫിനും ഓരോ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അല്ലാതെ ഒരു പാരഗ്രാഫിൽ നമ്മുടെ പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് ഈ പാരഗ്രാഫിൽ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു, പിന്നത്തെ പാരഗ്രാഫിൽ വീണ്ടും പണ്ടത്തെ കാര്യങ്ങൾ പറയാം. അങ്ങനെ പറയണതിൽ ഭേദം അതിൽ കറക്റ്റായിട്ട് ഇപ്പോൾ പാസ്റ്റിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിന്ന് തൊട്ട് കറക്റ്റ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അത് പറയാം. അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യം എന്തൊക്കെയാണോ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ്റെ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് രണ്ട് രീതിയിൽ തുടങ്ങാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, എന്തുകൊണ്ട് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ജർമ്മനിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് തുടങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് തന്നെ മെൻഷൻ ചെയ്യേണ്ട കാര്യം യൂണിവേഴ്സിറ്റിയുടെ പേര്, യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിൻ്റെ പേര്, പിന്നെ നിങ്ങളുടെ ഇൻറ്റൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലൈനിൽ ഒറ്റ ലൈൻ മതി. അപ്പോൾ ഒരു 3 to 4 സെൻറ്റൻസിൽ ഫസ്റ്റത്തെ പാരഗ്രാഫ് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പാരഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നമ്മളെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ ആണ് തരാൻ പോണേ എന്നുള്ള കാര്യം. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 4 വരിയിൽ ആ ഒരു പാരഗ്രാഫിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ അത് തീർന്നല്ലോ. ഇനി അടുത്ത പാരഗ്രാഫ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് എഡ്യൂക്കേഷൻ സ്റ്റേറ്റസ്. ഇപ്പോൾ ഇതിൽ 2 രീതിയിലുള്ള കാറ്റഗറിയിലുള്ള അപ്ലിക്കൻസ് ആണ് ഉണ്ടാവും. സപ്പോസ് നിങ്ങൾക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു എംപ്ലോയി ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഇന്ന ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന ഒരു ഫേമിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റാക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് എഴുതേണ്ടത്. ഇനി ഈ പറയണ പോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമ്മൾ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറൻ്റ്ലി ഇപ്പോൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള കാര്യം ഫോക്കസ് ചെയ്യുക. ഈ പലരും നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ്, ചേട്ടാ നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലോട്ട് വരാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ജർമ്മനിയിലോട്ട് വീണ്ടും ഒരു മാസ്റ്റേഴ്സിന് ചെയ്യാനായിട്ട് വരാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യത്തിന് നമുക്കുള്ള മറുപടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റർ ഓഫ് മോട്ടിവേഷനിൽ നിങ്ങൾ കറക്റ്റായിട്ട് മോട്ടിവേഷൻ സ്പെസിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടാമത്തെ ഒരു മാസ്റ്റേഴ്സ് എടുക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് വേണ്ട കാരണമാണ് രണ്ടാമതും ഞാൻ ഒരു മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സ്റ്റേറ്റസ് ആണ് നമ്മൾ ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിൽ രണ്ടാമതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിങ് ഏതൊക്കെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറേ അധികം സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ അധികം സബ്ജക്ട്സ് ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി തിയറി അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സബ്ജക്ട്സ് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട്സ് നിങ്ങൾ എടുക്കാൻ പോണ മാസ്റ്റർ കോഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാസ്റ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കുമോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു സബ്ജക്ട്സ് മെൻഷൻ ചെയ്യാനായിട്ട്.
ഇനി അടുത്തതായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലാണ് എക്സ്പെർട്ടീസ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കൺസെപ്റ്റ് എല്ലാം ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു സിവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഈ ഒരു ടേംസ് ജസ്റ്റ് ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയിലോട്ട് മാറ്റിയാൽ മതിയോ. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച കാരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ആ ഒരു രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നിങ്ങൾ പഠിച്ചത്, അപ്പോൾ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ എംഫസൈസ് ചെയ്ത് എഴുതുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഈ പറഞ്ഞ പാരഗ്രാഫ് നമ്മുടെ അക്കാഡമിക്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മിനി പ്രോജക്ട്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ നിങ്ങളുടെ മിനി പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടോ, ആ ഒരു ഇൻറ്റേൺഷിപ്പ് മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടോ, സർട്ടിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫായിട്ട് എഴുതേണ്ടതാണ് നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ വാല്യൂ ചെയ്ത് ചെയ്യണ രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. കാരണം നമ്മുടെ ഈ പറഞ്ഞ മാസ്റ്റർ തീസിസ് എന്ന് പറയുന്നത് ഏകദേശം 6 മാസം നീണ്ടിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഫൈനൽ ഇയർ തീസിസ് എഴുതാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ അത്ര ഒരു ഇത്തിരി ഗൗരവമായിട്ട് മെൻഷൻ ചെയ്യണത് ഇത്തിരി കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഇനിയുള്ള പാരഗ്രാഫാണ് നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിന് പുറമെയുള്ള അച്ചീവ്മെൻറ്റ്സ്. ഇപ്പോൾ ഈ പുറമെയുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വല്ല ഹാക്കത്തോണ് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വല്ല വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെക്കാനിക്കലിൽ കുറേ കാർ ഷോസ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സിബിഷന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോജക്ട്സിന് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്കിൽസ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ NSSനൊക്കെ വോളണ്ടിയർ ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസിനെ കാണിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളൊരു വളരെ ക്രൂഷ്യൽ പാരഗ്രാഫാണ് വൈ ജർമ്മനി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സിനായിട്ട് ഓപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മുടെ അക്കാഡമിക് ലൈഫിൽ നിന്ന് മാറി അക്കാഡമിക് ലൈഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഡിഫറൻഷിയേറ്റിംഗ് പാരഗ്രാഫാണ് കേട്ടോ ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജർമ്മനി എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് കുറേ കൊടുക്കാവുന്നതാണ്. എന്തുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് റീസൺ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള റീസൺ. കുറേ അധികം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോജക്ട്സ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പോഷർ, നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു പാരഗ്രാഫിനെ മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ആവുന്നതാണ്. അതിന് പുറമെ ജർമ്മൻ സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാവുന്ന ഒരു പ്ലേസ് ആണ് ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ജർമ്മൻ സ്കിൽസ് ഇത്ര ലെവലുള്ള കാരണം എനിക്ക് ജർമ്മനിയിൽ വന്നാലും കോപ്പപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജർമ്മനി ഇതുകൊണ്ടാണ് ഇഷ്ടമായത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു പാരഗ്രാഫിന് ശേഷം വരുന്ന ഒരു സപ്പോർട്ടിംഗ് പാരഗ്രാഫാണ് നിങ്ങൾ എന്തുകൊണ്ട് ജർമ്മനിയിൽ ഈ പെർട്ടിക്കുലർ കോഴ്സ് ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം. ഈ ഒരു പാരഗ്രാഫ് ഇത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ട് എഴുതണമെന്ന് പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പാരഗ്രാഫിലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഈ വായിക്കുന്ന ഒരാൾ മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ പെർട്ടിക്കുലർ കോഴ്സിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു കോഴ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എടുത്തത് വഴി ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ ഏതെങ്കിലും ഒരു പ്രൊഫസേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് പോയിട്ട് കണ്ടുപിടിക്കുക. ഇന്ന പോയിൻ്റ് കാരണമാണ് എനിക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു കോഴ്സ് ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പോയിൻ്റ് വൈസ് ആയിട്ട് മെൻഷൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരാൾക്ക്, ഈ ഒരു വായിക്കണ ഒരാൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി കറക്റ്റായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതിയേക്കണത്. അല്ലാണ്ട് വെറുതെ അവിടെ നിന്നും കുറേ സെൻറ്റൻസുകൾ വാരി വലിച്ച് എഴുതിയേക്കണതല്ല, അല്ലെങ്കിൽ വേറൊരാൾക്കാരുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ നോക്കിയിട്ട് എഴുതിയേക്കണതല്ല എന്നുള്ളൊരു കാര്യം. അപ്പം നിങ്ങളുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ
യുണീക്കായിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഈ പറഞ്ഞ പാരഗ്രാഫിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏകദേശം നിങ്ങളുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് മാത്രം മതി. കൺക്ലൂഡിങ് പാരഗ്രാഫ് സാധാരണ രീതിയിൽ കൺക്ലൂഡ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് വലിയ ആർഭാടവും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് എനിക്ക് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് തോന്നി എന്നുള്ള രീതിയിൽ എഴുതിയാൽ നിങ്ങൾ ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫിൻ്റെ ഒരു സ്ട്രക്ചറായി. അപ്പോൾ ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് വേണം എന്നുള്ളൊരു കാര്യമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻഡിങ് നോട്ട് എഴുതുക. ഇപ്പോൾ സിൻസിയർലി നമ്മുടെ പേര് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ LOMൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്ട്രക്ചർ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറിൽ വളരെയധികം ആർഭാടം വേണ്ട ആവശ്യമില്ല. കുറേ പേര് പറയും ലെഫ്റ്റിൽ യൂണിവേഴ്സിറ്റിയുടെ പേര്, റൈറ്റിൽ കോഴ്സിൻ്റെ പേര്, നമ്മുടെ നടുവിൽ മോട്ടിവേഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് സെൻട്രൽ അലൈൻമെൻറ്റിൽ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ പറയണ പോലെ തന്നെ കറക്റ്റ് പാരഗ്രാഫ് സ്ട്രക്ചർ വൈസിൽ എഴുതുക. ഈ പറയുന്ന പാരഗ്രാഫ് നിങ്ങൾക്ക് നല്ലൊരു ഫോണ്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ ആണെന്നുണ്ടെങ്കിൽ സേഫർ സൈഡാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുക. ഒരു ഫോണ്ട് 12 ഇട്ട് കഴിഞ്ഞിട്ട് 2 പേജിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക മാക്സിമം. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പക്കയാണ് കേട്ടോ. ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കോൺടാക്ട് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഈ പറയുന്നത് എൻക്വയറി ഇട്ടാൽ മതി. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറേ ആൾക്കാർ ഈ പറഞ്ഞ ഏജൻസിയിൽ പോയിട്ട് പെടുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കാര്യം നമ്മളെ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഫുള്ള് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജർമ്മയിലോട്ട് എത്താവുന്നതാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ള ഈ ഒരു വീഡിയോയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.